അപ്പൊ ഇനി ശുഹദാക്കളായിട്ട് മരിക്കണമെങ്കിൽ, അതായത് നമ്മൾ ഇവിടം വെച്ച് തന്നെ പണിയെടുക്കണല്ലോ അല്ലെ. നാളെ അവിടെ പോയിട്ട് അല്ലോ ശുഹദാക്കളെ കൂട്ടത്തിലാക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോന്ന് അവിടെ പോയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലെ. ഇപ്പൊ ഇവിടുന്ന് തന്നെ നമ്മൾ അതിനെ കുറിച്ചിട്ട് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്, മുൻകരുതലുകൾ എടുക്കണം. അതായത് ശ്രോതാക്കളുടെ സൗഭാഗ്യത്തെ കുറിച്ചുള്ള 2 ക്ലാസ്സുകളാണിത്. ഒന്ന് എസ്പെഷ്യലി ഇത് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഫസ്റ്റ് പാർട്ടിൽ ശ്രോതാക്കൾക്ക് അള്ളാഹുവിന്റെ ഓഫറുകളെ കുറിച്ച് വിശദീകരിക്കുന്നു. ഫസ്റ്റ് പാർട്ട് കേട്ട ശേഷം മാത്രമേ സെക്കൻഡ് പാർട്ട് കേൾക്കാവൂ. അതായത് നിരവധി ഓഫറുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഓഫറുകളുടെ ഒരു പെരുമഴയാണ് എന്ന് വേണം പറയാൻ. അതും റൂഹ് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ശുഹദാക്കളുടെ സൗഭാഗ്യങ്ങളുടെ മാലപ്പടക്കത്തിന് തീ കൊളുത്തുകയായി. പിന്നീട് അങ്ങോട്ട് അവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾക്ക് ഒരു കണക്കുമില്ല. അതായത് ശുഹദാക്കളുടെ സൗഭാഗ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. ഖബറിലെ ഭക്ഷണവും ഖബറിലെയും മഹ്ശറിലെയും ലഭിക്കുന്ന ഒരുപാട് പദവികളും താജുൽ ഖബർ എന്നറിയുന്ന കിരീടവും അങ്ങനെ പോകുന്നു. സുബ്ഹാനല്ലാഹ്, യാതൊരറ്റവുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ, അതായത് ഷഹദാവായിട്ട് മരിക്കാൻ വിധി കൂട്ടുമാറാകട്ടെ. ഈ സെക്കൻഡ് പാർട്ടിൽ വിശദീകരിക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, എന്ത് അമലുകൾ ചെയ്യണം എങ്കിൽ നമുക്ക് ശുഹദാക്കളുടെ പദവികൾ ലഭിക്കും എന്നതിനെ കുറിച്ചാണ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത തൗഹീദി ദൗത്യം നിർവഹിച്ച് വീരമൃത്യു വരിച്ച ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സുമയ്യ റളിയല്ലാഹുവിനെ പോലെ, ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ പോലെ, ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെ, മിസ്ഹബ് ഇബ്നു ഉമൈറിനെ പോലെ, ഹംസ റളിയല്ലാഹു ഇവരൊക്കെ പോലെ പച്ച രക്തത്തിന്റെ ഗന്ധം മാറാതെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കൊക്കെ പോകണ്ടേ? അങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് എത്തണമെങ്കിൽ ഏതായാലും ഒരു യുദ്ധം ചെയ്തു നോക്കാമെന്ന് വെച്ചാൽ അതിനുള്ള തഖ്വയും നമുക്കില്ല അല്ലെ. ഇപ്പോൾ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റിയോ ഇല്ല. വല്ലതും കഷ്ടത പട്ടിണി മാറാൻ അവർക്ക് വല്ലതും കൊടുക്കാമെന്ന് വെച്ചാൽ ഇസ്രായേലിയർ സമ്മതിക്കുന്നില്ല അല്ലെ. അവർ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ശുഹദാക്കളുടെ പദവിയിലേക്ക് നമ്മൾ എത്തുക? അതൊരു ചോദ്യമാണ് അല്ലെ. Does anyone have any answer to the question? ആർക്കെങ്കിലും ഇതിൽ ഒരു ആൻസർ പറയാനുണ്ടോ? കാരണം ഏതെങ്കിലും രീതിയിൽ ശ്രോതാക്കളെ പദവി നമുക്ക് കിട്ടാനുള്ള ഒരു വകുപ്പ് ആർക്കെങ്കിലും അറിയാവോ? പിന്നെ ചരിത്രങ്ങളിലെ സമാനതകളില്ലാത്ത ത്യാഗം കാഴ്ചവെച്ച ഹംസ റളിയല്ലാഹുവിന്റെ മരണവും വഹ്ഷിയുടെ മറ്റേ കണ്ണ് ചോരയില്ലാത്ത ആ ഒരു തേജോവധമായ വധമൊക്കെ കണ്ടിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബ് വരെ പിടച്ചു പോയിട്ടുണ്ട് അല്ലെ. അങ്ങനത്തെ അവരുടെയൊക്കെ രീതിയിലേക്ക് നമുക്ക് സ്വർഗത്തിലെത്തണേ, നമുക്ക് എന്തായാലും അതുപോലത്തെ ഒരു ത്യാഗവും ഇവിടെ സഹിക്കാൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ തയ്യാറുമല്ല അല്ലെ. എന്നാലും നമുക്ക് ഇവരെ വിഷയത്തിലേക്ക് ഒരു ഷോർട്ട് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ശത്രു സൈന്യത്തിന്റെ വാക്ക് കേട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുമെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ വരവ് അറിയിക്കാൻ റസൂലിന്റെ അടുക്കലേക്ക് സഹാബത്ത് കടന്നു വരിക. അതായത് ഉമർ ഖത്താബ് അമുസ്ലിമായ കാലത്തുള്ള കഥയാണ് പറയുന്നത് അല്ലെ. സഹാബത്ത് കടന്നു വരിക, നബിയെ ഞങ്ങളെ വധിക്കാനുണ്ട്, ഉമർ ഖത്താബ് ഇങ്ങനെ ആള് ഊരി വരുന്നു, എവിടെടാ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞിട്ടില്ലേ. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേ ഇനിയും ഞങ്ങൾക്ക് വേണം, ഉമർ ഇതാ ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു, ഇവിടെ നിന്നും പോയിക്കൊള്ളൂ നബിയെ എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നൊരു സിംഹക്കുട്ടി പോലെ ചാടി വീണിട്ട് ഹംസ റളിയല്ലാഹു പറയാ, തിരുദൂതരെ, ഉമർ വരുന്നത് നല്ലതിനല്ല, എങ്കിൽ ആരുടെ മുമ്പിലും തോൽക്കാത്ത ഉമർ റളിയല്ലാഹുവിന്റെ മരണം എന്റെ കൈകൊണ്ടാകുമെന്ന് ഹംസ. അത്രക്ക് വൃത്തി മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഹംസ റളിയല്ലാഹു, ഉമറങ്ങാൻ വന്നാല് എങ്കിൽ ഉമറിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും, എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഞാൻ സമ്മതിക്കൂല. കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് നെഞ്ചോറ് ചേർത്ത് പിടിച്ചിട്ട് പറയാ, ആരില്ലെങ്കിലും ഹംസ ഇല്ലേ നബിയെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു അല്ലെ. അങ്ങനത്തെ ഹംസ റളിയല്ലാഹുവിനാണ് ഇവര് ഉഹദിന്റെ രണാങ്കളത്തിൽ ഇട്ടിട്ട് വല്ലാത്ത ചേല് ചെയ്തത് ഹിന്ദിന്റെ ഒക്കെ പ്രേരണ കൊണ്ടില്ലേ. ആ സമയത്ത് മയ്യത്ത് വളരെ വിരൂപമായ അവസ്ഥയിലാണ് അല്ലെ. ആ ഒരു അവസ്ഥയിലൊക്കെ മരിച്ചവർക്ക് കിട്ടുന്ന അതേ പ്രതിഫലം ജീവിച്ചിരിക്കുന്ന നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെ
എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് എസ്പെഷ്യലി നമ്മൾ ചെയ്യാണ്ടൊന്നും കിട്ടൂല അല്ലെ. പിന്നെ ആരുടെ മുമ്പിലും ജയിച്ച് രാജ്യം പിടിച്ചടക്കുവാനോ സ്വത്ത് കൈവശപ്പെടുത്തുവാനോ അധികാരം പിടിച്ചടക്കുവാനോ മറ്റുള്ളവരെ കാരണമില്ലാതെ കൊന്നു തള്ളാനോ ദുനിയാവിലെ ഭൗതിക സുഖത്തിനോ വേണ്ടിയോ അല്ല. അള്ളാഹു പടച്ച തമ്പുരാന്റെ മുമ്പിൽ ആരെയും പേടിക്കാതെ നമസ്കരിക്കാനും ഇബാദത്ത് ചെയ്യുവാനും ജീവൻ നിലനിർത്തുവാനും വേണ്ടിയായിരുന്നു അവരൊക്കെ വാളെടുത്തതും യുദ്ധം ചെയ്തതും അല്ലെ. അത് സുമുഖനും സുന്ദരനും തറവാടിയും കോടീശ്വരനുമായ മിസബ് ഇബ്നു ഉമൈറിന്റെ കഥ പറയുകയാണെങ്കിൽ ഭയങ്കര സ്റ്റൈലാണ്, ഭയങ്കര വലിയ തറവാടിയാണ്. മിസബ് ഉമൈർ പോയിട്ടുള്ള വഴിയിൽ എത്രയോ അകലെ വരെ പെണ്ണുങ്ങൾ പോയി നിൽക്കൂന്നാ പറഞ്ഞു. പോയി കഴിഞ്ഞിട്ട് ആ സുഗന്ധം ആസ്വദിക്കാൻ അമ്മാതിരി ഊത് അത്തർ എന്നൊക്കെ പറയുന്ന ഏറ്റവും ടോപ്പ് മക്കയിൽ കിട്ടാവുന്നതിൽ ടോപ്പ് പെർഫ്യൂം ഉപയോഗിക്കുന്ന സെന്റൊക്കെ ഉപയോഗിക്കുന്ന ആളായിരുന്നു അല്ലെ. അങ്ങനത്തെ പണവും പരിമളവും വീട്ടിൽ ഉപേക്ഷിച്ച് ഇസ്ലാമിനെ നെഞ്ചേറിയ മിസബിന്റെ മാറ്റം കുനാസ അറിഞ്ഞു. അറിഞ്ഞു ഇവനെ രക്ഷയില്ല, അവൻ ഇസ്ലാമിലേക്ക് പോയി. അവർക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, സാമ്പത്തിക സഹായം നിർത്തി. അപ്പോഴൊക്കെ മിസബ് എന്താ ചെയ്തത്? ഉമ്മനോട് പറഞ്ഞു, ഉമ്മ പോരും, നമുക്ക് ഇസ്ലാമിലേക്ക് പോകാം. എന്നിട്ടും വന്നില്ല. അങ്ങനെ നിയന്ത്രണം വിട്ട ഉമ്മ തടവിലിട്ടു, ചങ്ങലക്കിട്ടു, വിശ്വാസം വിട, എങ്ങനൊക്കെ എന്തെല്ലാം ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് മിസബ് ഇറങ്ങി പോവുക ചെയ്ത്. ഒന്നും ഇല്ലാണ്ട് കോടീശ്വരനായ ഉമർ സ്വന്തം സമ്പാദ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോയത് എന്തിനായിരുന്നു? സ്വർഗത്തിന് വേണ്ടിയില്ലേ. പ്രബോധന രംഗത്ത് സഹികെട്ട ഒരിക്കൽ അവസാനം കൈവിട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇനി എന്റെ ഉമ്മയല്ല, എന്റെ സ്വത്ത് എനിക്ക് കിട്ടിയില്ല, നിനക്ക് എങ്ങോട്ടാന്ന് വെച്ചാ പോകാം. കാരണം ഉമ്മക്ക് മനസ്സിലായി മോനെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. അത്രയ്ക്ക് ധനാഢ്യനും കോടീശ്വരനും സുന്ദരനും സുമുഖനും തറവാടിയും ഇനിയൊരു വിശേഷണം അദ്ദേഹത്തിന്റെ മേലെ വെച്ച് കെട്ടാൻ ഇതൊക്കെ ഒറിജിനലി ആയിരുന്നു അല്ലെ. അങ്ങനത്തെ മിസബ് ഇങ്ങനൊക്കെ പറയുമ്പോൾ പറയുന്ന എന്താ, ഉമ്മ പോര് ഇസ്ലാമിലെ സത്യം മനസ്സിലാക്കാൻ വാണം മിസബ് പറയുന്നത്. ആ മനുഷ്യൻ യുദ്ധത്തിൽ ഇതുപോലെ അനാഥനായി പണവും പത്രാസും ഒക്കെ പോയി വീടും കുടുംബവും ഓർമ്മയായി സുഗന്ധവും പിന്നെ അത്തറും സെന്റും സുഗന്ധവും ഒക്കെ പഴങ്കതിയായി മുഷിഞ്ഞ വസ്ത്രവും ഒട്ടിയ കവിളുമായി സദസ്സിലെത്തിയ മിസബിനെ കണ്ട് പലരും സങ്കടപ്പെട്ടു. ഇവൻ എന്തിനാ ദീനിലേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു, മുഹമ്മദ് മുൻ പ്രവാചകനെ പോലെയുള്ള ഒരു പ്രവാചകൻ മാത്രമാണ്. അങ്ങനെ മിസബ് ഉമേറിന് യുദ്ധത്തില് പിന്നെ മരിക്കാൻ കിടക്കുമ്പോ അങ്ങനെ പറയാണല്ലേ, മുഹമ്മദ് മുൻ പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകൻ മാത്രമാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടല്ലേ. അത് തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം ഖുർആനിൽ സൂറത്ത് നിസായിലൊറ്റ 144 ആയത്തില് അത് അള്ളാഹു വചനമാക്കി ഇറങ്ങി എന്നാ പറയുന്നത്. മക്കയിലെ സമ്പന്നതയുടെ ദവടിമയില് വിരാജിച്ചിരുന്ന മിസാബിന്റെ ജഡം കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രല്ല കൂടിനോലൊക്കെ കരഞ്ഞു പോയി എന്നാ പറയുന്നത്. കാരണം മിസബിന്റെ പിന്നെ മയ്യത്ത് പൊതിയാൻ നോക്കുമ്പോ കുളിപ്പിക്കൂല, യുദ്ധത്തിലെല്ലാം മരിച്ച് പുല്ല് വെച്ച് മറിച്ചിട്ടാ പൊതിയുന്നത്. കാല് മൂടുമ്പോ തല മൂടുന്നില്ല, തല മൂടുമ്പോ കാല് മൂടുന്നില്ല, അത്രയും കുറച്ചായിരുന്നു. എന്നായിരുന്നു അത് കണ്ടിട്ട് അവിടെ കൂടി നിന്നവരൊക്കെ കരഞ്ഞു പോയി. എങ്ങനെ ജീവിച്ച മിസബാണ് ഇതിലെ ആ ഒരു അവസ്ഥ ആലോചിച്ചിട്ടില്ലേ. മദീനത്തിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസബിന്റെ ഭാര്യ ഹന്നയെ സമാധാനിപ്പിക്കാൻ അവരുടെ വീട്ടിലെത്തി. പക്ഷെ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരിഞ്ഞു വിടവാങ്ങുകയാണ് ചെയ്തത്. അപ്പൊ അതുപോലൊക്കെ ചെയ്ത് സഹാബാക്കളൊപ്പം എത്താൻ നമുക്ക് ഒരിക്കലും പറ്റൂലല്ലേ. ഇങ്ങനെ പറ്റാൻ അതിനുള്ള യോഗ്യത ഒന്നും നമുക്കൊന്നും ഇല്ല. ഇവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് നമുക്കും പോകണ്ടേ? യുദ്ധം ചെയ്യാണ്ട്, വിയർപ്പൊഴുക്കാതെ, രക്തം ചിന്താതെ. അർഹമുറാഹിമിനായ തമ്പുരാൻ അതിനും ചില ചിത്രങ്ങൾ വരച്ചു തന്നു അല്ലെ. അള്ളാഹുവിന്റെ കാരുണ്യമല്ലാണ്ട് മറ്റെന്തു പറയാൻ. യുദ്ധത്തിൽ ഷഹീദായവരുടെ കൂലി ലഭിക്കുവാൻ, ഖബറിൽ കിടക്കുമ്പോൾ സ്വർഗത്തിലെ ഭക്ഷണം ആസ്വദിക്കാൻ, ഉറുമ്പിന്റെ കടിക്കുന്ന വേദന പോലും ഇല്ലാതെ ഖബറിൽ എത്താൻ എങ്ങനെ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ലെ. അനസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വല്ലവനും ആത്മാർത്ഥതയോടെ രക്തസാക്ഷിയായി മരണം വരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
അങ്ങനെ മരിച്ചിട്ടില്ലെങ്കിലും പ്രതിഫലം രേഖപ്പെടുത്തും. കാരണം ഇപ്പൊ നമ്മള് കട്ടുമ്പോ കിടന്നാണ് മരിക്കുന്നതെന്ന് വിചാരിച്ചോളി. അപ്പൊ നമ്മള് അള്ളാഹുവിനോട് എപ്പോഴും പലപ്പോഴായിട്ട് അതിനൊരു ദുആ ഉണ്ട്. ഒന്നല്ല രണ്ടോ മൂന്നോ ദുആ ഉണ്ട്. അതിലൊരു ദുആ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദത്തും ഫീ സബീലിക്, ല്ലേ? അള്ളാഹുവെ, നിന്റെ മാർഗത്തിൽ ഞാൻ രക്തസാക്ഷിത്വം നിന്നോട് ചോദിക്കുന്നു എന്ന് നമ്മൾ എല്ലാപ്പോഴും, അതായത് ഇപ്പൊ നമുക്കറിയാം മറ്റേ തശഹുദിൽ അവസാന സലാം വിട്ടുന്നതിനുള്ള ദുആ അല്ലെ, മുമ്പുള്ള ആ സമയത്തൊക്കെ എല്ലാ പ്രാവശ്യം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ നമ്മൾ ചെല്ലാറുണ്ടല്ലേ സ്ഥിരമായിട്ട്. അതുപോലെ ഈ ഒരു ദുആയും അതിന്റെ കൂടെ ചേർത്ത് ഓതുകയാണെങ്കിൽ നമുക്ക് രക്തസാക്ഷിത്വം വഹിക്കാൻ അത് തന്നെ മതി. കാരണം ഈ മയ്യത്ത് കിടക്കുന്നുണ്ടാ മറ്റുള്ളവർക്ക് തോന്നൂല രക്തസാക്ഷിയാണെന്ന്, പക്ഷെ അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകപ്പെടും. 2, ആയുസ് വർദ്ധിക്കുകയും പ്രവൃത്തി നന്നാക്കുകയും ദിക്റ് ചൊല്ലി നാവ് നനയ്ക്കിരിക്കുകയും ചെയ്ത ഒരാളുടെ ശ്രേഷ്ഠത ഈ മഹത്തായ ഹദീസ് ഗ്രന്ഥത്തിലൂടെ വിളിച്ചറിയിക്കുന്നുണ്ട്. അതൊരു കഥയായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് അബ്ദുറഹ്മാൻ ഇബ്നു ഇസ്ഹാഖ് റാവിയുണ്ട് സനദിൽ. പക്ഷെ ഈ ഹദീസിന്റെ സമാന ആശയങ്ങളുമായി അബു അയ്യൂബ് അൻസാരിയിൽ നിന്നും അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട 2 ഹദീസുകൾ ഉള്ളതിനാൽ ഇത് ശക്തിപ്പെടുന്നു. ആയുസ് വർദ്ധിക്കുവാൻ, ഇസ്ലാമിൽ ആയുസ് നൽകുകയും തെക്ബീറും തഹ്ലീലും തഹ്മീദും തസ്ബീഹും വർദ്ധിക്കുകയും ചെയ്ത വിശ്വാസിയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്കൃഷ്ടമായ ഒരാളുമില്ല, അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ യുദ്ധത്തിൽ മരിച്ചാൽ തന്നെയല്ലേ ഈ കൂലി കിട്ടുക. അങ്ങനെയല്ല. അതായത് തഹ്ലീലും തക്ബീറും തഹ്മീദും ഒക്കെ ചൊല്ലി ഇങ്ങനെ ദിക്റിലായിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആയുസ് കിട്ടിയെങ്കിൽ നമുക്ക് ആ ഒരു കാരണത്താലും ഷഹാദാക്കളെ കൂലി കിട്ടും. അതായത് ഞാനൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ വീട്ടിനടുത്ത മുമ്പിൽ ഒരു വീട്ടിലൊരു പെണ്ണുങ്ങളുണ്ട്, കുറച്ച് പ്രായമായിട്ടുണ്ട്. ആ കുട്ടികളെ ഉപ്പന്റെ ഉമ്മാണ്. അപ്പൊ അവര് ഞാൻ കാണുമ്പോഴൊക്കെ അവർക്ക് ഡ്രസ്സൊക്കെ തിരുമ്പി കഴിഞ്ഞാൽ അയലുമേൽ ആറിടലും മാത്രമാണ് ആ ഉമ്മ എടുക്കുന്ന ഒരു പണി. അവർ ആ പണി കഴിഞ്ഞ് പത്തായം ഉണ്ടാവുമല്ലോ വീട്ടില്, ഈ പത്തായത്ത് കയറി നിസ്കരിക്കലോ അതിൽ നിസ്കരിക്കലോ ഒന്നും മുറിയലും ഇല്ല, പിന്നെ ഒന്നും പോക്കൂല്ല തോന്നുന്നു. അവിടെ തന്നെ അങ്ങനെ ഇരിക്കും. നമ്മൾ എപ്പം കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ മുഴുവൻ പെൺകുട്ടികളാണ്. അതുകൊണ്ട് എപ്പം എല്ലാ സമയം പോയി നമ്മൾ ഒന്നിച്ച് നിസ്കരിക്കും, നോമ്പടിക്കും, മത്സരിച്ച് ഖുർആൻ ഓതും. ആരാണ് ഹത്തം തീർത്തതെന്നില്ല, അവിടുന്ന് തന്നെ തറാബി നിസ്കരിക്കുക, അങ്ങനൊക്കെ. അപ്പൊ ആ വീട്ടിൽ ചെല്ലുമ്പോ ഒക്കെ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഓതുതന്നെ അർത്ഥമൊന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെ ഖുർആൻ ഖിറാഅത്ത് തന്നെ. അതിന്റെ ഇടയിൽ വർത്താനം കുറെ, ആരെങ്കിലും വന്നാ എന്തായി വന്ന് സലാത്ത് ചൊല്ലി കഴിഞ്ഞ് പിന്നെ ഓത്ത് തന്നെ. അത് പത്തായത്തുമ്പോൾ സ്ഥിരമായിട്ടുണ്ടാവും. അതും കഴിഞ്ഞ് അവര് മരിക്കാനും, മോനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവര് മരിക്കുന്നു കുറെ കാലം കഴിഞ്ഞ്. പിന്നെ ഞാൻ കാണാൻ പോകുമ്പോ അവരെ കൈയുണ്ടല്ലോ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. അതായത് 2 വിരലൊട്ടിയ പോലെ തിക്കറെടുത്തെടുത്തെടുത്ത് അവരെ വിരലൊക്കെയായിപ്പോയി. അപ്പൊ ഞാൻ വിചാരിക്കും അവർക്കൊക്കെ എന്തായിരിക്കും പ്രതിഫലം കിട്ടുന്നത്. ഖുർആൻ ഓതിയതിന്റെ എണ്ണം തന്നെ അവർക്ക് അറിയലുണ്ടാവില്ല. അതിന് മാത്രം ഓതിയിട്ടാ മരിച്ചിട്ടുള്ളത്. അപ്പൊ